ഇന്ന് മുസ്ലിം സമൂഹം ഏറെ തഖലീദ് ചെയ്യുന്നത് മദ്ഹബുകളെയാണ്. 4 മദ്ഹബുകളാണ് ഇതിൽ പ്രധാനം. ഇസ്ലാമിക ലോകത്ത് വൈജ്ഞാനികമായ നിരവധി സംഭാവനകൾ നൽകിയ മഹാന്മാരാണ് മദ്ഹബിൻ്റെ ഇമാമുകളായി അറിയപ്പെടുന്ന ഇമാം അബു ഹനീഫ, ഇമാം മാലിക്, ഇമാം ഷാഫി, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുമുല്ലാ എന്നീ പണ്ഡിത ശ്രേഷ്ഠർ. എന്നാൽ അവരൊന്നും തങ്ങളുടെ അഭിപ്രായങ്ങളെ ഒരു മദ്ഹബായി പ്രഖ്യാപിച്ച് സമൂഹത്തെ ഏൽപ്പിച്ച് പോയവരല്ല. മറിച്ച് പിൽക്കാലത്ത് തങ്ങളുടെ ചില ശിഷ്യന്മാരും അനുയായികളുമാണ് അവരുടെ പേരിൽ മദ്ഹബുകൾ ആവിഷ്കരിച്ചത്. മദ്ഹബിൻ്റെ ഇമാമുകൾ തങ്ങളെ തഖലീദ് ചെയ്യണമെന്നോ ഒന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല. 4 ഇമാമുമാരിൽ ആരും തന്നെ ആളുകളോട് തങ്ങൾ പറയുന്നത് മതത്തിൻ്റെ അവസാന വാക്കാണെന്നോ തങ്ങളെ തെളിവ് നോക്കാതെ അന്ധമായി അനുകരിക്കണമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. അവർ ആളുകളെ ഖുർആനിലേക്കും സുന്നത്തിലേക്കും ക്ഷണിക്കുകയും ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ വിശദീകരിക്കുകയും കർമ്മശാസ്ത്രത്തിലെ പൊതുതത്വങ്ങൾ വിശദീകരിക്കുകയും ചില വിഷയങ്ങൾ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. ജനങ്ങൾ അവരോട് ചോദിച്ചതിനനുസരിച്ച് അവർ ഫത്വയും പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നുമുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. ആളുകളോട് തങ്ങളുടെ നിലപാടുകളെ അന്ധമായി പിൻപറ്റുവാൻ നിർദ്ദേശിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, തങ്ങൾ മതകാര്യത്തിൽ പൂർണ്ണരല്ലെന്നും തങ്ങൾ പറഞ്ഞ കാര്യങ്ങൾക്ക് വിരുദ്ധമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹീഹായ ഹദീസുകൾ കിട്ടിയാൽ ഞങ്ങളുടെ അഭിപ്രായങ്ങൾ മാറ്റിവെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളിലേക്ക് മടങ്ങണമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഇമാം അബു ഹനീഫ അൻ-നുഅ്മാൻ ഇബ്നു സാബിത്ത് റഹിമഹുല്ലാ, അദ്ദേഹം ഹിജ്റ 80-ൽ ജനിച്ച മഹാനായ പണ്ഡിതനാണ്. അദ്ദേഹം പറഞ്ഞത്, ഇദാ ഖുൽതു ഖൗലൻ യുഖാലിഫു കിതാബ് അല്ലാഹി തആല വഖബറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫത്റഖൂഹു ഖൗലി. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കിതാബിനെതിരെ, ഖുർആനിനെതിരെ ഞാനൊരു വാക്ക് പറഞ്ഞാൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾക്കെതിരെ ഞാനൊരു വാക്ക് പറഞ്ഞാൽ ഫത്റുഖു ഖൗലി, എൻ്റെ വാക്കുകൾ നിങ്ങൾ ഉപേക്ഷിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇമാം മാലിക് ഇബ്നു അനസ് റഹിമഹുല്ലാ, അദ്ദേഹം ഹിജ്റ 93-ൽ ജനിച്ച മഹാനായ പണ്ഡിതനാണ്. ഇന്നമാ അന ബശറുൻ ഉഖ്തിഉ വ ഉസീബ് ഫൻദുറു ഫീ റഅയി ഫകുല്ലു മാ വാഫഖൽ കിതാബ വസുന്ന ഫഖുദൂഹു വകുല്ലു മാ ലം യുവാഫിഖൽ കിതാബ വസുന്നത ഫത്റുഖു. തീർച്ചയായിട്ടും ഞാനൊരു മനുഷ്യനാണ്. സ്വാഭാവികമായിട്ടും എല്ലാവർക്കും തെറ്റുപറ്റുന്നത് പോലെ എൻ്റെ വാക്കുകളിൽ തെറ്റുമുണ്ടാകും, ശരിയുമുണ്ടാകും. എൻ്റെ വാക്കുകൾ, എൻ്റെ അഭിപ്രായം നിങ്ങൾ നോക്കണം. എന്നിട്ട് നിങ്ങൾ ഖുർആനും സുന്നത്തുമായിട്ട് നിങ്ങൾ യോജിക്കണം. അതുമായിട്ട് യോജിച്ച് വരുന്നവയെ നിങ്ങൾ സ്വീകരിക്കുകയും യോജിക്കാത്തതിനെ നിങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്യണമെന്നാണ് അദ്ദേഹം പഠിപ്പിച്ചത്. ഇമാം മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫി റഹിമഹുല്ലാ, അദ്ദേഹം ഹിജ്റ 150-ൽ ജനിച്ച മഹാനായ ഇമാം മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫിഈ, ഇദാ വജദ്തും ഫീ കിതാബി ഖിലാഫ സുന്നത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖൂലു ബിസുന്നത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വദഉ മാ ഖുൽതു. എൻ്റെ കിതാബിനെതിരെ, ഞാൻ രചിച്ച കിതാബിനെതിരെയായിട്ട്, സുന്നത്തിന് എതിരായിട്ട്, ഇദാ വജദ്തും ഫീ കിതാബി ഖിലാഫ സുന്നത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ്റെ സുന്നത്തിന് എതിരെ എൻ്റെ കിതാബിൽ എന്തെങ്കിലും നിങ്ങൾ കണ്ടാൽ ഫഖൂലു, നിങ്ങൾ പറയേണ്ടതും സ്വീകരിക്കേണ്ടതുമെല്ലാം പ്രവാചകൻ്റെ സുന്നത്ത് കൊണ്ടായിരിക്കണം. വദഉ മാ ഖുൽതു, നിങ്ങൾ എന്ത് ചെയ്യണം? എൻ്റെ വാക്കുകൾ ഉപേക്ഷിക്കണം. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ, അദ്ദേഹം പറഞ്ഞത്, ലാ തുഖല്ലിദ്നി വലാ തുഖല്ലിദ് മാലികൻ വലാ ഷാഫിഅ വലാ ഔസാഇയ വലാ സൗരി വഖുദ് മിൻ ഹൈസു ആഖദു. നിങ്ങൾ ഒരിക്കലും എന്നെ തഖലീദ് ചെയ്യരുത്. മാലിക്കിനെയും ഷാഫിയെയും ഔസാഇയെയും സൗരിയെയും ഒന്നും, ഈ ഇമാമുമാരെയും ഒന്നും നിങ്ങൾ തഖലീദ് ചെയ്യരുത്. അവരെല്ലാം എവിടെ നിന്ന് സ്വീകരിച്ചുവോ അവിടെ നിന്നാണ് നിങ്ങളും സ്വീകരിക്കേണ്ടത് എന്നാണ് അദ്ദേഹം പഠിപ്പിച്ചത്. അപ്പോൾ ഒരു ഇമാമും തന്നെ, അറിയപ്പെടുന്ന മഹാന്മാരായ 4 ഇമാമുമാരിലും മറ്റുള്ള ഇമാമുമാർ ഒരിക്കലും ഞങ്ങളെ തഖലീദ് ചെയ്യണമെന്ന് ഒരു ഇമാമുമാരും പഠിപ്പിച്ചിട്ടില്ല. മറിച്ച് ഖുർആനും സുന്നത്തുമായിട്ട് യോജിച്ചുകൊണ്ട് ഞങ്ങൾ എന്താണോ പറഞ്ഞത് അതിനെ നിങ്ങൾ സ്വീകരിക്കാം. ഖുർആനും സുന്നത്തിനും എതിരെ എന്താണോ നിങ്ങൾ ഞങ്ങളിൽ കണ്ടത്, നിങ്ങൾ ഖുർആനിനെയും സുന്നത്തിനെയും സ്വീകരിക്കുകയും ഞങ്ങളുടെ വാക്കുകളെ നിങ്ങൾ ഉപേക്ഷിക്കണം എന്നാണ് അവർ നമ്മളെ പഠിപ്പിച്ചത്.